ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സഭാപ്രസംഗൻ 10:14, തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല. നമുക്കൊരു ചുക്കും അറിയില്ല നമ്മൾ പറയില്ലേ? നമുക്ക് ശേഷം എന്ത് സംഭവിക്കുമോ ആർക്കറിയാം? വരാനിരിക്കുന്നത് ആർക്കെന്തുറപ്പുണ്ട്? പക്ഷെ എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യും. ഈ ചലച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, വെറുതെ വാക്കിനൊരു തുമ്പുമില്ലാത്ത വിധം നമ്മൾ വീമ്പിളക്കിക്കൊണ്ടേയിരിക്കും. വരാനിരിക്കുന്ന എന്തെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാനും അറിയില്ല. അത്ര നിസ്സാരരാണ് നമ്മൾ. ദൈവമഹത്വത്തിൻ്റെ മുമ്പിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ യേശുവിൽ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രോവിഡൻസിൻ്റെ മുമ്പിൽ നിന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മുടെ സമയം മുഴുവൻ അതിഭാഷണത്തിലൂടെ നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നു, ചരിത്രം മെനയുന്നു, എന്തോരം സമയമാണ് സംസാരിച്ച് കളയുന്നത്. ഭോഷൻ, മണ്ടൻ അതിഭാഷണം ചെയ്യുന്നു. ഞാനും നിങ്ങളും ഏത് കൂട്ടത്തിലാണ്? ഒരുപാട് സംസാരിച്ച് സമയം കളയുന്ന വെറും ഒരു മരമണ്ടനാണ്. വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. നമുക്ക് ശേഷമുള്ളത് കൃപയുടെ മടിത്തട്ടിലാണ്. അങ്ങനെ ആശ്രയിക്കാൻ കഴിയുമ്പം മനസമാധാനം കിട്ടും. ആമേൻ ആമേൻ ആമേൻ.